İnkılap! Zindabad! İnkılap! Zindabad! İnkılap! Zindabad! Dolar ekim! Zindabad! Dolar ekim! Zindabad! Dolar ekim! Zindabad! Divare mare! Divare mare! Divare mare! İnkılap! Zindabad! İnkılap! Zindabad! İnkılap! Zindabad! Dolar ekim! Zindabad! Dolar ekim! Zindabad! Divare mare! İnkılap! Zindabad! İnkılap! Zindabad! Dolar ekim! Divare mare! മിസ്റ്റർ, നിങ്ങളെക്കാൾ വലിയ നേതാക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ എച്ചിൽ ചോറ് തിന്നുന്ന കുറെ നായ്ക്കളെയാണ് നിങ്ങൾ എനിക്ക് നേരെ ഇറക്കി വിട്ടിരിക്കുന്നത്. നിങ്ങൾ ക്ഷോഭിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ചുക്കും വരാനില്ല മുതലാളി. ലേബർ കമ്മീഷണറുടെ മുമ്പിൽ വെച്ചുണ്ടാക്കിയ ഒത്തുതീർപ്പ് നിങ്ങൾ ലംഘിച്ചതുകൊണ്ടാണ് തൊഴിലാളികൾ വീണ്ടും സമരത്തിന് ഇറങ്ങേണ്ടി വന്നത്. ലക്ഷക്കണക്കിന് പണം മുടക്കി ലോറി ഇറക്കിയിരിക്കുന്ന ലേബർ കമ്മീഷണറല്ല, ഞാനാണ്. മര്യാദയ്ക്ക് പണിമുടക്ക് പിൻവലിച്ച് ജോലിക്ക് കയറിയില്ലെങ്കിൽ വേറെ ആളെ വെച്ച് സർവീസ് നടത്തും. ഞങ്ങൾ അനുവദിച്ചിട്ട് വേണ്ടേ സർവീസ് നടത്താൻ? ഈ തൊഴിലാളികളുടെ തനിനിറം നിങ്ങൾക്ക് അപ്പ കാണാം. താൻ ഓർമ്മിച്ച് സംസാരിക്കണം. ഭീഷണിയൊന്നും വേണ്ട മുതലാളി, ഇതൊന്നും ഞങ്ങൾക്ക് പുത്തിരിയല്ല. വ്യവസ്ഥകൾ പാലിക്കാമെന്ന് ഉറപ്പു തരാതെ ഒറ്റ ലോറി പോലും കമ്പനിയിൽ നിന്ന് അനങ്ങുന്ന പ്രശ്നമില്ല. ദാസ് മാവുങ്കലാണ് ഈ പറയുന്നത്. ദിവാകരൻ മുതലാളി, ദിവാകരൻ മുതലാളി, മുതലാളി ഐക്യം. ഇവന്റെയൊക്കെ സമരം ഞാനും തീർക്കും. ആ നേതാവ് മുതലാളിയോട് സ്നേഹം ഭാവിച്ച് ഇടയ്ക്കിടയ്ക്ക് കെട്ടുകെട്ടായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയവനല്ലേ? അതാണ് രാഷ്ട്രീയക്കാരന്റെ നയം. ആവശ്യം വരുമ്പോ കാല് പിടിക്കും, അത് കഴിഞ്ഞാൽ കഴുത്ത് ഞെരിക്കും. പക്ഷേ ഇന്ന് എന്നോട് കളിക്കുന്നത് ഈ കളിയാണ്. ഡാഡി എങ്ങോട്ടാ പോകുന്നത്? ഗോഡൌണിലേക്ക്. വേണ്ട ഡാഡി, ഇപ്പൊ അങ്ങോട്ട് പോണ്ട. അവന്മാർ എന്തും ചെയ്യാൻ പഠിക്കാത്തവരാ. അതുകൊണ്ട് ഞാൻ ആ തെണ്ടികളെ ഭയന്ന് അടിയറ പറയണം എന്നല്ല ഡാഡി. ആ നാളെ എന്റെ സ്ഥാനത്ത് നിൽക്കേണ്ട നീയാണോ ഇങ്ങനെ പിരിവാകുന്നത്? പ്ലീസ് ഡാഡി, പ്ലീസ്, ഞാൻ ഇപ്പൊ വരാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പേര് അകത്തോട്ട് വരണം. നേതാവ് സാറേ, മുതലാളി പറയുന്നതാണ് ശരി. അതെ അതെ, ഒരു വെടിവെപ്പിനും ലാത്തി ചാർജിനും ഞങ്ങളെ നിർബന്ധിതരാക്കാതെ ഒരാൾ മാത്രം പ്രശ്നം പറഞ്ഞു തീർക്കുന്നതാണ് നിങ്ങൾക്കും നല്ലത്. ഇപ്പൊ നേതാവ് എന്തു പറയും? എനിക്ക് മാത്രമായിട്ടൊരു അഭിപ്രായമില്ല. നിങ്ങൾ എന്ത് പറയുന്നു? നേതാവ് മാത്രം പോയി സംസാരിച്ചാൽ മതി. നമസ്കാരം മുതലാളി. എന്നെ പരസ്യമായി അവമാനിച്ചതിന് പകരം ചോദിക്കാനാണ് നിങ്ങളെ അകത്തേക്ക് വിളിച്ചത്. പക്ഷേ നിങ്ങൾ എന്റെ ഒരു പഴയ സ്നേഹിതനായിപ്പോയി. ഒരു കാലത്ത് നിങ്ങളും ഞാനും ഒരുമിച്ച് നിന്ന് പലതും ചെയ്തതിന്റെ ഫലമാണ് നിങ്ങൾ നേതാവായതും ഞാൻ മുതലാളിയായത്. അയ്യോ എന്റെ മുതലാളി, ഞാൻ ഇന്നും നിങ്ങളുടെ പഴയ ദാസൻ തന്നെയാ. പക്ഷെ ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്ന നിലയ്ക്ക് പബ്ലിക്കിന്റെ മുന്നിൽ പല വേഷങ്ങളും കെട്ടേണ്ടി വരും. അത് എന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാ. അപ്പോ നിങ്ങൾ എന്റെ ശത്രുവല്ല. ശത്രുവോ? മുതലാളിമാരെ ശത്രുക്കളാക്കിക്കൊണ്ട് ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് മുൻപോട്ട് പോകാൻ പറ്റുമോ മുതലാളി? അല്ല, പറ്റുമോ? ആ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ സമരത്തിൽ എന്നെ തോൽപ്പിക്കരുത്. മുതലാളി, ഇവിടെ നടക്കുന്ന എല്ലാ സമരങ്ങളിലും സത്യത്തിൽ ജയിക്കുന്ന മുതലാളിമാരാ. പക്ഷെ ഞങ്ങളെ പോലെയുള്ളവർക്ക് തൊഴിലാളി ജയിച്ചെന്നേ പറയാൻ പറ്റൂ. അവൻ ജയിച്ചെന്നും പറഞ്ഞ് ചങ്ക് പൊട്ടി ആകാശത്ത് നോക്കി 4 വിളി വിളിച്ചാൽ നിങ്ങൾക്ക് ഒരു ദോഷവും വരാനില്ല. അതില്ല. എന്നാ എല്ലാം ഞാൻ ഏറ്റു. പിന്നെ മുതലാളി എന്നെ മറക്കാതിരുന്നാ മതി. എടോ, പണവും പബ്ലിസിറ്റിയും കൊണ്ട് നിങ്ങളെ പോലെയുള്ളവരൊക്കെ മന്ത്രി കസേര വരെ എത്തിക്കുന്നവരാണ് ഞങ്ങളൊക്കെ. അത് ഞങ്ങളുടെ ഒരു ആവശ്യം കൂടിയാണ്. അത് പിന്നെ എനിക്കറിയാൻ പാടില്ല മുതലാളി. അറിയാമല്ലോ. അല്ലാണ്ട് പിന്നെ വരട്ടെ. പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളെ, അങ്ങനെ ത്യാഗോജ്വലമായ ഈ സമരത്തിലൂടെ നമ്മൾ കിരാതനായ ദിവാകരൻ മുതലാളിയെ മുട്ടുകുത്തിച്ചിരിക്കുകയാണ്. ഇത്
നമ്മളുടെ മാത്രം വിജയമല്ല സുഹൃത്തുക്കളെ, ഇന്നാട്ടിലെ കോടാനുകോടി തൊഴിലാളികളുടെ മുഴുവൻ വിജയമാണ്. അങ്ങനെ ഈ സമരത്തിലൂടെ സമര പാരമ്പര്യമുള്ള അഖില ലോക തൊഴിലാളി വർഗത്തിന്റെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ നാം ഒരു അധ്യായം കൂടെ എഴുതി ചേർത്തിരിക്കുകയാണ്. ഹലോ, ഹലോ, ദിവാകരൻ ഹോൾഡിംഗ്. വിമലമേനോനാ മുതലാളി. മുതലാളി ഞങ്ങളെയൊക്കെ ഒന്ന് മറന്നു അല്ലേ? മറക്കാനോ? ജോലി തിരക്ക് കാരണം എങ്ങോട്ട് ഇറങ്ങാൻ സമയം കിട്ടുന്നില്ല. മുതലാളിക്ക് വേണ്ടി പുതിയൊരാളെ അറേഞ്ച് ചെയ്തിട്ട് എത്ര ദിവസമായെന്നോ? അതിനെന്താ, നമ്മുടെ ദാസ് മാവുകലിന് ഒരു ഡിന്നർ കൊടുക്കാൻ തീരുമാനിച്ചു. ഏതായാലും പുതിയ ആളിനെ ഇന്നത്തേക്ക് തന്നെ ഫിക്സ് ചെയ്യൂ. $250, $258, 85, എന്തോ കാര്യത്തിനാ കിടന്ന് ഒച്ച വെക്കുന്നു. എരപ്പാളി സല്യൂട്ട് ചെയ്യടോ. എന്തിനാ സല്യൂട്ട് ചെയ്യുന്നത്? ഞാൻ ഈ സ്റ്റേഷനിലെ ഇൻസ്പെക്ടറാ. എന്ന് മുതല്? അത് ഓർഡർ വന്നിട്ടേ പറയാൻ പറ്റൂ. സർക്കാർ തലകുത്തി നിന്നിട്ട് ഇവിടെ ചാർജ് എടുക്കാൻ ഒരു ഇൻസ്പെക്ടറെ കിട്ടിയിട്ടില്ല. അവസാനം എനിക്ക് പ്രൊമോഷൻ തന്ന് എന്നെ ഇവിടുത്തെ ഇൻസ്പെക്ടർ ആക്കാനാണ് തീരുമാനം. ഇത് ആരാ പറഞ്ഞത്? ഒരു കൈനോട്ടക്കാരൻ. എന്നാലേ അവനെ കൊണ്ട് സാറിന്റെ ആയുസ് രേഖയും കൂടെ ഒന്ന് നോക്കിക്കണം. ഒന്നും നോക്കാനില്ലടോ, ഞാൻ ഇവിടെ ഇൻസ്പെക്ടറായിട്ട് ഒരു വിലസ്. സന്തോഷം. അതെ, സാർ ഇവിടെ ഇൻസ്പെക്ടർ ആയിട്ട് വന്നാൽ എന്തൊക്കെ ചെയ്യും? ആദ്യം എന്റെ ഇപ്പോഴത്തെ ഭാര്യയെ ഉപേക്ഷിക്കും. എന്നിട്ട് ഇൻസ്പെക്ടർ പദവിക്ക് യോജിച്ച സ്ത്രീധന തുക വാങ്ങി ഒരു 2ാം കെട്ട് നടത്തും. ഞാനാണ് ഫൈറ്റർ ഫിലിപ്പ്. അല്ല, റൈറ്റർ ഫിലിപ്പ്. കോൺസ്റ്റബിൾ ഭാസ്കരൻ. സുകുമാരൻ. ഹെഡ് കോൺസ്റ്റബിൾ രാമൻകുട്ടി. ഞാൻ ഇന്നു മുതൽ ഈ സ്റ്റേഷനിൽ ചാർജ് എടുക്കുകയാണ്. എന്റെ പൊന്ന് സാറേ, ഞങ്ങൾ ആളറിയാതെ പല അബദ്ധങ്ങളും കാണിച്ചു പോയി. യജമാനൻ ഞങ്ങളോട് ക്ഷമിക്കണം. ഞാൻ ആരുടെ യജമാനല്ല. എന്റെ പേര് ബാലചന്ദ്രൻ എന്നാണ്. ശരി യജമാനെ, എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞില്ലേ? ശരി യജമാനെ. അല്ല സാറേ, എന്തായത്? ഇന്നലെ അങ്ങ് തന്ന കൈക്കൂലിയാ. ഇത് അവസാനത്തെ കൈക്കൂലിയായിട്ട് തന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. ഞങ്ങളുടെ പേര് നടപടികൾ എടുക്കരുത്. നിങ്ങളെ പല നടപടികളും പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. ആട്ടെ, ഇവിടെ ഇപ്പൊ എത്ര പേർ ഡ്യൂട്ടിയിലുണ്ട്? എത്ര പേർ ഡ്യൂട്ടിയിലുണ്ടെന്ന്? പലരും ലീവ് എടുത്ത് മുട്ടയടിക്കാൻ പളനി പോയിരിക്കുക. ഇതൊരു പോലീസ് സ്റ്റേഷനാണ്. സംശയം ഉണ്ടാകാതിരിക്കാനാണ് പുറത്ത് ബോർഡ് എഴുതി തൂക്കിയിരിക്കുന്നത്. വലിയ ബോർഡ്. സ്റ്റോപ്പ് ഇറ്റ്. യെസ് സർ. ഈ സ്റ്റേഷനെ കുറിച്ചും ഈ ഏരിയയെ കുറിച്ചും പലതും മനസ്സിലാക്കാനാണ് 2 ദിവസമായി ഞാൻ ഇവിടെ ചുറ്റിത്തിരിഞ്ഞത്. ഈ സ്റ്റേഷനിൽ ഇന്നലെ വരെ നടന്ന കാര്യങ്ങൾ വിട്ടേക്കുക. ഇന്നു മുതൽ നമ്മൾ യഥാർത്ഥ പോലീസുകാരായിരിക്കണം. കാക്കി ഉടുപ്പെട്ടവരെല്ലാം കൈക്കൂലിക്കാരാണെന്നും കണ്ണിക്കണ്ടവരെല്ലാം തല്ലുന്നവരാണെന്നും ജനങ്ങൾക്ക് പൊതുവെ ഒരു ധാരണയുണ്ട്. ആ ധാരണ നമ്മൾ മാറ്റിയെടുക്കണം. പോലീസുകാരുടെ അന്തസ് എന്താണെന്ന് നമ്മൾ തെളിയിക്കണം. യെസ് സർ. ഇന്നു മുതൽ ഞങ്ങൾ യഥാർത്ഥ പോലീസുകാരായിരിക്കും. വെരി ഗുഡ്. താങ്ക് യു സർ. ആ രാമൻകുട്ടി. സർ, ഇൻസ്പെക്ടർ ജോണിന്റെ കൊലപാതകം സംബന്ധിച്ചുള്ള ഫയലുകളും ഇവിടുത്തെ കേട് ലിസ്റ്റും ഞാൻ പരിശോധിച്ചു. ആരാണ് ഈ തങ്കമ്മ? അവൾ പണ്ട് ഇവിടുത്തെ മുതലാളിമാരുടെ ഒരു പൊതു സ്വത്തായിരുന്നു.
ഒഴിക്കര ഗസ്റ്റ് ഹൗസിൽ നടന്ന കൊലപാതക കേസിൽപ്പെട്ട് അവളിപ്പോ ജയിലില്ല. ഇവിടുത്തെ ക്രിമിനൽ പുള്ളികളുടെ ലിസ്റ്റിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണല്ലോ രാമൻകുട്ടി. അതെ സാർ, ഈയിടെ 60 കഴിഞ്ഞ ഒരു കിളവനെ 6-7 പെണ്ണുങ്ങൾ ചേർന്ന് റേപ്പ് ചെയ്തു എന്ന സ്ഥലമാണ് സാർ ഇത്. ആ, ഇവിടത്തെ ഏറ്റവും വലിയ റൗഡി ടൈഗർ രാമു ആണല്ലേ? അയ്യോ, അവൻ വെറും റൗഡിയല്ല സാറേ, കൊലപാതകത്തിന് ജ്ഞാനപീഠം കൊടുക്കേണ്ടവനാ. അത്രയ്ക്ക് വലിയ ചട്ടമ്പിയാണോ? അതെ സാർ, അവന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരുവനെ പിടിച്ചാൽ അവൻ പിന്നാലെ ഇവിടെ എത്തും, ബലാത്കാരമായി പിടിച്ചിറക്കിക്കൊണ്ടു പോകും. എന്നാൽ ടൈഗർ രാമുവിന്റെ ആൾക്കാരാണ് എന്റെ ബാഗ് തട്ടിപ്പറിച്ചത്. രാമൻകുട്ടി ചെന്ന് അവരോട് സ്റ്റേഷനിൽ വരാൻ പറയണം. ഞാനോ? എന്താ? ഞാൻ തന്നെ പോണോ? പോണം. ഫിലിപ്പിനെ കൂടെ കൂട്ടിക്കൊണ്ടുപോവാ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ വിവരം അറിയിക്കണമല്ലോ. നിങ്ങളെ അയക്കുന്നത് ഞാനാണ്. അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടേ വരാവൂ.